ഗൈസ് അപ്പോൾ ദേ നമ്മളിന്ന് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചിയിൽ ശ്രീ അമ്മൻ കൊക്കോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് പൊള്ളാച്ചിയിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണിത്. ഈ കാണുന്ന തേങ്ങകളെല്ലാം തന്നെ പല സ്ഥലത്തു നിന്ന്, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് പലരും കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുകയും ഈ ശ്രീ അമ്മൻ കൊക്കോ പ്രൊഡക്ട്സിലെ തൊഴിലാളികൾ ഇത് പീൽ ചെയ്തിട്ട്, ഇത് പൊതിച്ചിട്ട് ഇതിൻ്റെ തേങ്ങ ഇതിൻ്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കുകയും അതേസമയം ഇതിൻ്റെ പൊതുമടൽ, ഇതിൻ്റെ പുറമേയുള്ള മടൽ ഇവിടുത്തെ പർപ്പസിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ചകിരി ഉണ്ടാക്കാനും ആ ചകിരി ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ചകിരി ചോറ് ഉപയോഗിച്ച് ബ്രിക്സ് ഉണ്ടാക്കാനായിട്ടൊക്കെ ഇവിടുത്തെ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. തേങ്ങ അതേസമയം ആരാണോ കൊണ്ടുവന്നത്, ചിലപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഇവിടെ തേങ്ങ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ആ തേങ്ങ അവർ തിരിച്ചു കൊണ്ടുപോകുകയും അതിന് പകരം ഇവിടുത്തെ പൊതുമടൽ ഇവിടുത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ചകിരി നാരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. கம்பெனியோட பேர் ஸ்ரீ அம்மன் கோகோ ப்ராடக்ட். இது ஒரு 30 வருஷமாக இந்த தொழில் நடக்குது. இதோட பிஸ்னஸ் 30 வருஷமாக நடக்குது. இதுக்கு ஃபஸ்ட்டு ப்ராசஸ் என்னென்னா, தேங்காயெல்லாம் பல தளத்துலேருந்து இவ்வளோ ஸ்டாக் செய்யும். அது கச்சவடக்காரன் வியாபாரி, சின்ன சின்ன வியாபாரியும் இருக்குது. அவங்க நீங்கள் தேங்காயை உரித்து அவங்க தேங்காய் எடுத்துகிட்டு போய்க்குவாங்க. நம்மளுக்கு அந்த மட்டையை கொடுத்துருவாங்க. மட்டையை நம்ம ஒரு போட்டு எடுத்து அந்த மட்டையை ஃபஸ்ட்டு கூட ப்ராசஸ் பண்ணோம்னா அந்த தேங்காய் மட்டையிலிருந்து மஞ்சி தனியாக அதனுடைய குச்சி தனியாக வந்துடும். மஞ்சி இந்த எக்ஸ்போர்ட்டுக்கு, சைனா எக்ஸ்போர்ட்டு, அந்த மேட்டு கம்பெனிக்கு, டூப்ளை இதுக்கெல்லாம் அந்த வியாபாரி அதுக்கு வாங்கிட்டு போயிடுவாங்க. பித்தை கொண்டு போய் நம்ம ஓப்பன் யார்டில் வச்சு அதை லோ ஈஸி பண்ணி பிரிக்காக்கும். பிரிக்காக்கி அதை அதுவும் எக்ஸ்போர்ட் தான். டொமஸ்டிக் யூஸுக்கும் கொஞ்சம் போகும், மேக்ஸிமம் எக்ஸ்போர்ட்டுக்கு தான் போகும். இதுதான் நம்மக்கிட்ட 3 ப்ராசஸ். ஒன்று தேங்காய் கொதித்து தேங்காய் வியாபாரத்துக்கு போகும். அந்த மட்டை எடுத்து, மட்டையிலேருந்து மஞ்சி எடுத்து அந்த மஞ்சி டூப்ளேக்கும் சைனா எக்ஸ்போர்ட்டுக்கும் போகும். 3வது அந்த மட்டையினுடைய பித்திலிருந்து பிரிக்காக்கி அந்த பிரிக்கு நம்மளுக்கு டொமஸ்டிக் யூஸுக்குன்னு எக்ஸ்போர்ட்டுக்கு போகுது. இதுதான் இங்கே നടக்கிற. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രോസസ്സ് തുടങ്ങി. അവിടെ തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതിച്ച തേങ്ങയുടെ മടലി, ആ പൊതുമടലി ഈ ഒരു ട്രാക്ടറിൽ കയറ്റിയിട്ട് ഈ ഒരു ഫാക്ടറിയുടെ പുറകുവശത്തേക്കാണ് കൊണ്ടുപോകുന്നത്. കണ്ട, ഈ ഒരു ട്രാക്ടറിൻ്റെ പുറകിലുള്ള ആ പെട്ടി മുഴുവനായിട്ട് ഈ ഒരു പൊതിമടലാണ്. പൊതുവേ തമിഴ്നാട്ടിലുള്ള വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ട്രാക്ടറാണ് അവരുടെ ഇൻറ്റേർണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാക്ടർ പുറകിലേക്ക് ഈ പറഞ്ഞ പീല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന പൊതുമടലുമായിട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് പീല് ചെയ്ത് കിടക്കുന്ന പൊതുമടൽ. ഈ മടലെല്ലാം തന്നെ കുറേയൊക്കെ ഫ്രഷാണ്, കുറേയൊക്കെ പഴയതുണ്ട്. ഇതെല്ലാം തന്നെ നനക്കും, നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് നനച്ച് ആ കാണുന്ന മെഷീനിലേക്ക് ഇടുകയും ആ മെഷീൻ ഉപയോഗിച്ച് ചകിരി ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന മടലുകളെല്ലാം തന്നെ എടുത്ത് അവർ ചകിരി ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സ് തുടങ്ങുകയാണ്. ആദ്യം അവരുപയോഗിക്കുക നമ്മുടെ മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രഷായിട്ടുള്ള മടലാണ്. അപ്പോൾ അണ്ണൻ ട്രാക്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞു. ഹൈഡ്രോളിക്കലി പ്രവർത്തിക്കുന്ന മെഷീൻസാണ് ഇവിടെ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ട്രാക്ടറിലും ഫ്രണ്ടിൽ നമ്മുടെ JCBക്കൊക്കെ പോലെയുള്ള ഒരു കൈ പോലത്തെ സാധനമുണ്ട്. ഇത് ഉപയോഗിച്ച് ഇങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കുകയാണ്. ഈ ഫ്രഷായിട്ടുള്ള മടൽ ഇങ്ങോട്ട് കോരിയെടുത്ത് ആ മുകളിലുള്ള വിരലുകൾ പോലത്തെ സാധനം ഉപയോഗിച്ച് അതിനങ്ങോട്ട് ലോക്ക് ചെയ്യണം. കണ്ട, ഇത്തരത്തിൽ വലിയൊരു ക്വാണ്ടിറ്റി കണക്കിന് മടലുകളെടുത്ത് അതിനിങ്ങോട്ട് ലോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ മടലുകൾ വീണ്ടും ആ കാണുന്ന ബോക്സിലേക്ക് തട്ടാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഈ ഹൈഡ്രോളിക് ഉപയോഗിച്ച് അതിൻ്റെ ഉയരം വർദ്ധിപ്പിച്ചതിന് ശേഷം ആ മടലുകൾ കൊണ്ടുപോയിട്ട് ആ ഒരു ബോക്സിലേക്ക് തട്ടുകയാണ്. കണ്ട,
ഇതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ പ്രോസസ്സ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തേങ്ങ കൊണ്ടുവന്നു, തേങ്ങ പീല് ചെയ്യുന്നു, തേങ്ങ പൊതിക്കുന്നു. തേങ്ങ പൊതിച്ചതിന് ശേഷം അതിൻ്റെ ഉടമകൾക്ക് തിരിച്ചു കൊടുക്കുകയും അതിൻ്റെ മടല് മാത്രം ഇവിടുത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കാണിക്കുകയാണ്. അപ്പോൾ മടല് വീണ്ടും കോരിയെടുക്കുകയാണ്. ഹൈഡ്രോളിക് എഞ്ചിൻ ഉപയോഗിച്ച് മടല് കോരിയെടുക്കുന്നു. ആ മടലിത് നേരത്തെ കാണിച്ച ആ ബോക്സിലേക്ക് നിക്ഷേപിക്കാനായിട്ട് കൊണ്ടുപോകുകയാണ്. കണ്ടാതെ നിറയെ മടലാണ്. ആ മടലിങ്ങനെ പൊക്കി ആ ബോക്സിലേക്ക് ഇടുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ട ആ ബോക്സിലേക്ക് നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഈ ബോക്സിലേക്ക് നിക്ഷേപിച്ച് ഈ ബോക്സ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കൺവെയർ ബെൽറ്റ് ഉണ്ട്. ഈ മെഷീൻ ഓണാക്കി കഴിയുമ്പോൾ ഈ കൺവെയർ ബെൽറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മളിപ്പോൾ ആ ബോക്സിൻ്റെ ഉൾവശമാണ് കാണിച്ചത്. കണ്ട കൺവെയർ ബെൽറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വല്ല കൊലഞ്ഞീനോ അല്ലെങ്കിൽ പഴയ തരത്തിലുള്ള വല്ല എന്താണ് മടലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ചേട്ടനെടുത്ത് മാറ്റും. കൊലഞ്ഞീൻ മാറ്റും. അതുപോലെ തന്നെ അതിൻ്റെ പൂ പോലെയുള്ള സാധനങ്ങൾ മാറ്റും. ഫ്രഷായിട്ടുള്ള മടൽ മാത്രമാണ് ഇപ്പോൾ ആ ഒരു മെഷീൻ്റെ അകത്തേക്ക് കടത്തി വിടുക. ഇവിടെ 3 മെഷീനാണുള്ളത്. ആദ്യത്തെ മെഷീൻ്റെ അകത്തേക്ക് ഈ ഒരു മടൽ ചെന്ന് കഴിയാൻ നേരത്ത് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ കൊലഞ്ഞീനൊക്കെ എടുത്ത് മാറ്റുന്നത് നമ്മളിപ്പോൾ കണ്ടു. ആ കാണുന്ന മെഷീനിലേക്കാണ് ചെല്ലുന്നത്. ഈ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് വന്ന് വീഴാൻ നേരത്ത് ഇത് ക്രഷാക്കുകയാണ്. നന്നായിട്ട് ഈ മോട്ടർ ഉപയോഗിച്ച് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം ഇവർ കവർ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ആ മെഷീൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്ന ചകിരിയാണ് ഈ കാണുന്നത്. ഈ ചകിരി നേരെ വീണ്ടും അടുത്തൊരു മെഷീൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഈ മെഷീൻ്റെ അകത്ത് ഇത് ഫിൽട്ടർ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഈ കൺവെയറിലൂടെ ഉള്ളിലേക്ക് പോയിട്ട് കണ്ട അതിൻ്റെ ഉള്ളിൽ അത് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അടുത്ത വിഷ്വലി അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നെറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. ആ നെറ്റിൽ ഈ ഒരു ചകിരി ഇങ്ങനെ കിടന്ന് കറങ്ങും. ഈ ചകിരി ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ നമ്മുടെ ചകിരി മാത്രം വേർതിരിക്കപ്പെടുകയും അതിലെ ചോറ് ഈ മെഷീൻ്റെ അടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. കണ്ട ഇത്രയും വലിയൊരു നെറ്റിൽ ഇതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രത്യേക രീതിയിൽ ഇത് കറക്കുന്നത് കൊണ്ട് തന്നെ ഈ ചകിരി മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ ചകിരി ചോറ് ഈ മെഷീൻ്റെ അടിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ആദ്യത്തെ മെഷീൻ്റെ അടിയിലും ഈ രണ്ടാമത്തെ മെഷീൻ്റെ അടിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ചകിരി മാത്രം കണ്ടത് ഈ ഒരു കൺവെയറിലേക്ക് വന്ന് വീഴും. ഈ കൺവെയർ ബെൽറ്റിലേക്ക് വന്ന് വീഴുകയാണ്. ഇപ്പോൾ വന്ന് വീഴും. നോക്കിക്കോളൂ. കണ്ടതേ ഈ കൺവെയർ ബെൽറ്റിലേക്ക് വന്ന് വീണു. ഈ കൺവെയർ ബെൽറ്റിലേക്ക് വന്ന് വീഴുന്ന ചകിരി കണ്ട വളരെ സ്മൂത്തായിട്ടുണ്ട്. വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള നല്ലൊരു ചകിരിയാണ്. ഈ ചകിരി ഇനി പോയിട്ട് അപ്പുറത്ത് ചകിരികൾ കൂട്ടിയിട്ടേക്കണ ഒരു ഭാഗമുണ്ട്. കണ്ടതേ ചകിരികൾ ഇങ്ങനെ ഇത്തരത്തിൽ വന്ന് വീഴും. ഈ ചകിരിയുടെ മുകളിലേക്ക് വന്ന് വീഴുകയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇത് നമ്മൾ ആദ്യം കാണിച്ച മെഷീൻ്റെ അടിഭാഗമാണ്. ഇത് രണ്ടാമത്തെ മെഷീനാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അടിഭാഗം താഴേക്ക് പോയിരിക്കുന്നത് കാണാം. ഇതൊരു ഫസ്റ്റ് ഫ്ലോറാണ്. ഇതിനൊരു അണ്ടർഗ്രൗണ്ട് ഏരിയ ഉണ്ട്. ഈ അണ്ടർഗ്രൗണ്ട് ഏരിയ എന്നാണ് ഈ കാണുന്ന ചകിരിച്ചോറ് മുകളിലേക്ക് വരുന്നത്. കണ്ട കൺവെയർ ബെൽറ്റിലൂടെ ചകിരിച്ചോറ്. ഈ ചകിരിച്ചോറിൽ ഒരുപാട് ചകിരിയുണ്ട്. അത്ര നല്ല ചകിരിച്ചോറല്ല. അത് വീണ്ടും അടുത്തൊരു മെഷീൻ്റെ അകത്തേക്ക് പോയാണ്. ഈ മെഷീൻ്റെ അകത്തേക്ക് പോയിട്ട് വീണ്ടും ഫിൽട്ടർ ചെയ്യപ്പെടുകയാണ്. ഫിൽട്ടർ ചെയ്യപ്പെട്ടിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് കണ്ട വളരെ സ്മൂത്തായിട്ടുള്ള ചകിരിച്ചോറാണ് ഈ വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു നാരും ആ ഒരു പൂവും എല്ലാം പോയി വളരെ സ്മൂത്തായിട്ടുള്ളത്. അടിയിൽ നടക്കുന്നൊരു പ്രോസസ്സാണ് നമ്മൾ വീണ്ടും കാണിക്കുന്നത്. ഈ കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചകിരിച്ചോറായിട്ട് പോയ ആ ഒരു ഇതിൻ്റെ അകത്ത് വീണ്ടും ഫിൽട്ടർ ചെയ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ചകിരി കിട്ടുകയും ഈ ചകിരി വീണ്ടും നമ്മുടെ ആദ്യത്തെ മെഷീൻ്റെ അകത്തേക്ക് പോവുകയുമാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യത്തെ മെഷീൻ്റെ അകത്തേക്ക് പോകുന്ന കൺവെയർ ബെൽറ്റാണ്. അപ്പോൾ അത് പോയി വീണ്ടും പ്രോസസ്സ് ചെയ്ത് ചകിരിയായിട്ട് മാറുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഈ അണ്ടർഗ്രൗണ്ട് ഏരിയയിലാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ട് ഏരിയയിൽ നല്ല ചകിരിച്ചോറ് വരുന്നതാണ് ഈ കാണുന്നത്. നല്ല സ്മൂത്തായിട്ടുള്ള ചകിരിച്ചോറ് കണ്ട വളരെ ഫ്ലെക്സിബിളാണ്. നല്ലോണം പൊടിഞ്ഞ് ചകിരി വളരെ സ്മൂത്തായിട്ടുള്ള ചകിരിച്ചോറ് വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും അവസാനത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടത് ഈ ഒരു ചകിരി എടുത്തിട്ട് ഇനിയിപ്പോൾ വെയിലത്തിട്ട് ഉണക്കാൻ പോവുകയാണ്. ഇതിങ്ങനെ അങ്ങോട്ട് നേരത്തെ ഉപയോഗിച്ച ആ ഹൈഡ്രോളിക് മെഷീൻ ഉപയോഗിച്ചിട്ട് കോരിയെടുത്ത് നമ്മുടെ ഇവിടെ ഒരു വലിയൊരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ സൂര്യപ്രകാശത്തിൻ്റെ അടിയിൽ ഇതുപോലെ അവരിങ്ങനെ വിടർത്തിയിടും. എല്ലാം ഇങ്ങനെ വിടർത്തിയിടുമ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം കൊണ്ട് ഉണങ്ങും. കണ്ടതേ
അവരിങ്ങനെ ഇട്ടേക്കുന്നുണ്ട്, വിടർത്തി ഇട്ടേക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ വീണ്ടും ട്രാക്ടർ ഉപയോഗിച്ച് ഇതിനെ വീണ്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചും തിരിച്ചൊക്കെ ഇടും. അപ്പോൾ ഇത്തരത്തിൽ ട്രാക്ടറുകളാണ് അവരവരുടെ വ്യവസായ പർപ്പസിന് ഉപയോഗിക്കുന്നത്. ഈ 2 ട്രാക്ടറുകൾ കിടക്കുന്നത് ചകിരിച്ചോറ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടത് ഒരു ട്രാക്ടറിൻ്റെ പുറകിലുള്ള പെട്ടിക്കകത്ത് ചകിരിച്ചോറ് നിറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉണക്കാനിട്ടിരിക്കുന്ന ചകിരി വീണ്ടും ഇടതടവ് ഇല്ലാണ്ട്, അതായത് 2 മണിക്കൂർ 3 മണിക്കൂറാണ് അവർ ഉണക്കാനിടുക. അതിനിടയിൽ ഇത്തരത്തിൽ ട്രാക്ടർ ഉപയോഗിച്ച് അവർ ആ ചകിരിയെ മറിച്ചും തിരിച്ചൊക്കെ ഇടും. അപ്പോൾ അത് കൂടുതൽ ഉണക്കാൻ കിട്ടാനായിട്ടും നന്നായിട്ട് ഉണങ്ങാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അവർ ചെയ്യുക. അതിനുശേഷം ഈ ചകിരി എല്ലാനും അവരിതേ ഈ ട്രാക്ടർ തന്നെ ഉപയോഗിച്ചിട്ട് അവരിങ്ങനെ അങ്ങോട്ട് വാരിയെടുത്ത് ആ ഒരു സെക്ഷനിലേക്ക് കൊണ്ടുപോകും. ആ ഒരു സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചകിരി ചകിരി നന്നായിട്ട് പ്രസ് ചെയ്ത് കാണുന്നത് പോലെ കെട്ടിവെക്കുന്ന ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. ഇപ്പോൾ അവർ ലൂസായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചകിരിയാണിത്. അതിഞ്ഞ് എടുത്ത് പ്രസ് ചെയ്ത് അവർ ഉണക്കി പ്രസ് ചെയ്ത് കെട്ടാൻ പോവുകയാണ്. അതിനുള്ള മെഷീനാണിത്. ആ പ്രസ്സിങ് മെഷീൻ്റെ അടിഭാഗം താഴത്തേക്ക് പോകുന്നത് നമുക്കിപ്പോൾ കാണാം. ഇനി അതിൻ്റെ തൊഴിലാളി ഈ ഇപ്പുറത്തെ ഡോർ അടച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് ചകിരി കയറ്റാൻ പോവുകയാണ്. കണ്ട, ഇത്രയും ചകിരി അവർ അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നു. അതിനുശേഷം ഈ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് അവർ തിക്കി കയറ്റുകയാണ്. ആദ്യം അതിൻ്റെ അടിയിലേക്ക് ഇടും. അത് നിറയുന്നത് വരെ അവർ ഇത്തരത്തിൽ ചകിരി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. ഇവരെല്ലാവരും ഹിന്ദിക്കാരൊക്കെ ഉണ്ട്. തമിഴന്മാർ ആകെപ്പാടെ ആ ഒരു പീൽ ചെയ്യാൻ മാത്രമാണ് തമിഴന്മാരെ കണ്ടുള്ളൂ. ബാക്കി പ്രോസസ്സുകളെല്ലാം തന്നെ ചെയ്യുന്നത് ഹിന്ദിക്കാരാണ്. കണ്ട, ഈ ചകിരി അവർ അതിൻ്റെ ഉള്ളിലേക്ക് നിറക്കുകയാണ്. ഇവർ 2 പേര് ഇതിന് വേണ്ടിയിട്ട് ഡെസിഗ്നേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചകിരി എടുക്കുക, ഈ ചകിരി ഇത്തരത്തിൽ പ്രസ് ചെയ്യുക, അതൊരു പ്ലാസ്റ്റിക് ചരട് ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടി അവിടെ വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചകിരി നിറച്ച് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ചകിരി അവർ തള്ളിക്കയറ്റുകയാണ്. അത് തള്ളിക്കയറ്റിയതിന് ശേഷം ആ ഡോറ് അവരിപ്പോൾ അടക്കും. അടച്ചതിന് ശേഷം ആ പ്രസ്സിങ് മെഷീൻ ഓണാക്കും. പ്രസ്സിങ് മെഷീൻ ഓണാക്കി കഴിയുമ്പോൾ അടിയിൽ നിന്ന് നേരത്തെ അടിയിലേക്ക് പോയ ആ മെഷീൻ മുകളിലേക്ക് പൊന്തി ഇതിനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരു ബണ്ടിലാക്കി നിർത്തും. ഇപ്പോൾ അവർ പ്രസ് ചെയ്ത് മുഴുവനായിട്ട് ആ ചകിരി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഇനിയിപ്പോൾ ആ ഡോറ് ഈ ബായി അടക്കും. നോക്കിയോളൂ, കണ്ട, അവരിപ്പോൾ ആ ഡോറ് അടക്കുകയാണ്. ആ ഡോറ് ഇപ്പോൾ അടച്ചതിന് ശേഷം ഇനിയിപ്പോൾ ആ മെഷീൻ ഓണാക്കാൻ പോവുകയാണ്. മെഷീൻ ഓണാക്കി കഴിഞ്ഞു. മെഷീൻ ഓണാക്കി അതിനുശേഷം ഇവിടുത്തെ ഭാഗവും കൂടി അവർ സെറ്റ് ചെയ്തു. അതിനുശേഷം അവർ മെഷീൻ ഓണാക്കി അത് പ്രസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് മുകളിലേക്ക് നന്നായിട്ട് വന്നു. ഇനിയിപ്പോൾ ചരടിട്ടിട്ട് അത് കോർത്ത് കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് കോർത്ത് അപ്പുറത്തേക്ക് അയക്കും, അപ്പുറത്തെ ആൾ അവിടെ നിന്ന് വീണ്ടും വേറൊരു രീതിയിൽ ഇപ്പുറത്തേക്ക് അയക്കും. അങ്ങനെ 2 പേരും കൂടി കോർത്ത് കെട്ടുന്ന ഒരു രംഗമാണിപ്പോൾ നമ്മൾ കണ്ടത്. അങ്ങനെ കോർത്ത് കെട്ടിക്കഴിഞ്ഞു. അവർ നന്നായിട്ട് മുറുക്കി അത് നല്ല സ്മൂത്താക്കിയിട്ട് ഇനിയിപ്പോൾ അത് ആ ഒരു ബണ്ടിലാക്കി എടുത്ത് അപ്പുറത്തേക്ക് എടുത്ത് മാറ്റി വെക്കുന്നത് വരെയാണ് ഇതിൻ്റെ ഒരു സെക്ഷൻ നീളുന്നത്. ആ സൂചിയിൽ നിന്ന് ആ ചരട് വേർപെടുത്തി ഞാൻ അവിടെ കെട്ടുകയാണ്. അതുപോലെ തന്നെ ഈ വശത്തും ആ ചരട് ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ടൈറ്റൻ ചെയ്തിട്ട് അതും ഇവിടെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ നമ്മുടെ നേരത്തെ പ്രസ് ചെയ്ത ആ ഒരു മെഷീൻ താഴത്തേക്ക് റിലീസ് ചെയ്തതിന് ശേഷം ആ ഒരു ബണ്ടിൽ ഫ്രീ ആക്കുകയും ആ ബണ്ടിൽ ചുവന്ന് അപ്പുറത്ത് കാണുന്ന ബണ്ടിലുകളുടെ കൂട്ടത്തിലേക്ക് എടുത്തു വെക്കുകയും ചെയ്യുന്നു. അതോടുകൂടിയാണ് ഈ ഒരു പ്രോസസ്സ് ഇവിടെ കഴിയുന്നത്. ഇത്തരത്തിൽ ഇവർ ഈ ചകിരി ഉണ്ടാക്കുന്നതെല്ലാം തന്നെ ചൈനയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി ചകിരിച്ചോറിൻ്റെ ഒരു പ്രോസസ്സാണ് നമ്മൾ കാണുന്നത്. ഈ ചകിരിച്ചോറ് ഈ ഒരു മെഷീൻ, ഇതൊരു ഹൈഡ്രോളിക് മെഷീനാണ്. ഇതിൻ്റെ ആ കൺവെയർ ബെൽറ്റിലൂടെ വന്ന് ഈ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് വരികയും ഈ മെഷീൻ അതിനെ പ്രസ് ചെയ്ത് അതിനൊരു ബ്രിക്കാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതും ഒരു ചകിരിച്ചോറ് ഉപയോഗിച്ച ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. ഇതും ഇവർ എക്സ്പോർട്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് ചൈന, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ ഭാഗങ്ങളിലേക്കാണ് ഇവരുടെ എക്സ്പോർട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള പ്രൊഡക്റ്റാണ് ഉണ്ടാകുന്നത്. തേങ്ങ കൊണ്ടുവരുന്നു, തേങ്ങ കൊണ്ടുവന്ന് തേങ്ങ പൊതിച്ചതിന് ശേഷം അതിൻ്റെ പൊതിമടലിൽ നിന്ന് നല്ല രീതിയിലുള്ള ചകിരി ഉണ്ടാക്കുകയും ആ ചകിരി അവർ എക്സ്പോർട്ട് പർപ്പസിന്, അത് ബെഡ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ മറ്റുള്ള പർപ്പസിനും പ്ലൈയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചകിരി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ചകിരിച്ചോറ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ബ്രിക്സ് ഉണ്ടാക്കുന്നു. ഈ ബ്രിക്സ് കാർഷിക പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതും എക്സ്പോർട്ടിന് തന്നെയാണ് പോകുന്നത്. നമ്മൾ ഇവിടെ കേരളത്തിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്ന് പൊതിച്ചിട്ട് കച്ചവടക്കാരർ തേങ്ങ എടുത്തിട്ട് പോകും. നമ്മളിവിടെ ചകിരി വെച്ചിട്ട് അടിച്ചിട്ട് ചകിരി ആക്കിയിട്ട് ചകിരി എക്സ്പോർട്ട് ചെയ്യുക. അതിലുള്ള വരുന്ന വേസ്റ്റ് സ്റ്റോറുകൾ
കൊണ്ട് കാട്ടി കൊട്ടിയിട്ട് ഈസിയാക്കി ഇറങ്ങിയ ശേഷം കട്ടി അടിച്ച് അത് എക്സ്പോർട്ട് വെളിനാട് ഇവിടെ ചെയ്യുന്നതാണ്. 3 പ്രോഡക്റ്റ് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ശ്രീ അമ്മൻ കൊക്കോ പ്രോഡക്റ്റ് പോച്ചനാരി പൊള്ളാച്ചിയാണ്. ഇത്തരത്തിൽ പൊള്ളാച്ചിയിൽ തന്നെ അനേകം ഫാക്ടറികൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പൊള്ളാച്ചിയിൽ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഈ അങ്ങനെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ, താങ്ക് യു.